ഈ സെയിം കോൺസെപ്റ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു പ്രോഗ്രാമാണ് നമ്മൾ ഒരു അറയിലേക്ക് നമ്മൾ ബ്ലാങ്ക് സ്പേസിനെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ അതിന് പകരമായിട്ട് ബ്ലാങ്ക് സ്പേസ് അല്ല നമ്മളിനി വർക്ക് ഓൺ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൊരു അറയ്ക്കകത്ത് സ്പെസിഫിക് ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അറയിലുള്ള ഒരു സ്ട്രിങ് അറയിലുള്ള കണ്ടൻസിനെ നമുക്ക് വേറെ എങ്ങനെ മറ്റൊരു അറയിലേക്ക് കോപ്പി ചെയ്യാം. അതാണ് സ്ട്രിങ് കോപ്പി ആണ് അടുത്തായിട്ട് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, സ്ട്രിങ് കോപ്പി അറയിലോട്ടാണ്. അപ്പം ആ ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓൾറെഡി വി മസ്റ്റ് ഹാവ് അൻ അറേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. ആ അറയുടെ പേരാണ് സ്ട്രിങ് 1. അതിൽ ഫുൾ എന്താ ഉള്ളത്? ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ സ്ട്രിങ്ങിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക? ബൈറ്റായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കറിയാം ഇതൊരു ക്യാരക്ടർ അറേ ആയതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സി എന്നുള്ള ആൽഫബറ്റ് കൊടുത്തിട്ട് വിത്തിൻ കോഡ്സിൽ നമ്മുടെ സ്ട്രിങ് ആണെങ്കിലും സിംഗിൾ ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇവിടുത്തെ സ്ട്രിങ് എന്താണ്? ടെസ്റ്റ് സ്ട്രിങ് എന്നാണ് ഇവിടുത്തെ കണ്ടൻറ്റ്. സ്ട്രിങ് 1 ഇപ്പം ഇരിക്കുന്നത് എന്താണ്? സ്ട്രിങ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക, str1. ഓക്കെ, ആ str1 ഉള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് സ്ട്രിങ് അല്ലേ? ടെസ്റ്റ് സ്പേസ് ഉണ്ട് ഇവിടെ സ്ട്രിങ്. സോ ഇപ്പോൾ ഇത്രയും കണ്ടൻസാണ് എവിടെയുള്ളത്? നമ്മുടെ സ്ട്രിങ് 1 അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രിങ് 1 ഓരോ ഇൻഡെക്സ് പൊസിഷൻസ് ഉണ്ട്. അത് 0 മുതൽ ഇങ്ങനെ പോകും. 0, 1, 2 എക്സെട്ര അപ് ടു 11, 10 വരെ പോകും അല്ലേ? ടോട്ടൽ 11 ക്യാരക്ടേഴ്സാണുള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? വേറൊരു സ്ട്രിങ് 2ലേക്ക് നമുക്കിതിനെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വി നീഡ് അനദർ സ്ട്രിങ്. ആ സ്ട്രിങ്ങിൻ്റെ പേരെന്താണ്? സ്ട്രിങ് 2, str2 എന്ന് വിളിക്കാം. അത് നമുക്ക് എന്തൊക്കെ എലമെൻറ്റ്സ് നമുക്കറിയില്ല. സോ അതുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അറേ ഡിക്ലെയർ ചെയ്യാം. അത് റിസർവ് ബൈറ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? റിസർവ് ബൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, അതിൻ്റെ സൈസ് എത്രയാണ്? 11 ക്യാരക്ടേഴ്സാണ് സ്ട്രിങ് 1 അതിൻ്റെ സെയിം റെപ്ലിക്ക അല്ലെങ്കിൽ കോപ്പിയിലും എത്ര ക്യാരക്ടേഴ്സേ കാണുള്ളൂ? 11 ക്യാരക്ടേഴ്സേ കാണുള്ളൂ അല്ലേ? അപ്പോൾ അത് കൊടുത്തു. ഇനി നമുക്ക് അറേ ആയതുകൊണ്ട് നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യണം? അറേയുടെ ഇൻഡെക്സ് 0, അതായത് ബിഗിനിങ് ഇൻഡെക്സും അതിൻ്റെ ഫൈനൽ ഇൻഡെക്സും നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ഇവിടെ നമ്മൾ 0 നിന്നാണ് അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 0 എന്നൊരു വേരിയബിൾ തന്നെ യൂസ് ചെയ്തു. നമ്മൾ മാക്സിമം സൈസ് കൊടുത്തേക്കുന്നത് എത്രയാണ്? 11 എലമെൻറ്റ്സ് ആണ്. സോ 11 എന്നുള്ളൊരു വേരിയബിളിൽ അല്ലെങ്കിൽ ഒരു സ്പേസിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു 11 എന്നുള്ളൊരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. സോ ഇത് രണ്ടും എന്താണ്? അറേയുടെ ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും സ്ട്രിങ് 1 സ്ട്രിങ് 2 രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് 0 എന്നുള്ള വാല്യൂ നമ്മുടെ ഇൻഡെക്സിലേക്ക് വരുത്തണം അല്ലേ? സോ അറേയുടെ ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അറേ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 0 എന്നുള്ള വാല്യൂ ആക്ച്വലി ഏത് വേരിയബിളിൽ കിടക്കുക? ZERO എന്നുള്ള വേരിയബിളിൽ കിടക്കുവാണ്. അതിനെ നമ്മൾ എങ്ങോട്ട് ലോഡ് ചെയ്തു? ഇൻഡെക്സ് x എന്നുള്ള രജിസ്റ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യണം? ആ 0യിലേക്കാണ് നമുക്ക് ആരെ എടുക്കേണ്ടത്? അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്ട്രിങ് 1 str1 ഉള്ള str1 x of 0 കണ്ടൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? എടുത്ത് എവിടെ കൊണ്ടുവയ്ക്കണം? അക്യുമുലേറ്ററിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ആ കണ്ടൻറ്റ് എടുത്ത് നമുക്ക് ആർക്ക് കൊടുക്കണം? str2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഇൻഡെക്സിൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 0 നിന്ന് എടുക്കുന്ന വാല്യൂവിനെ ഇവിടെ നമ്മൾ 0 പ്ലേസ് ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ലോഡ് കൊടുക്കാം അല്ലേ? ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് ലോഡാവും? അക്യുമുലേറ്ററിലേക്ക് ലോഡാവും ആണല്ലോ. സോ ഇവിടെ ലോഡാവുന്നത് ഒരു ഇൻറ്റീജർ അല്ല, ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ? ലോഡ് ക്യാരക്ടർ LDCH കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ലോഡിങ് ദ ക്യാരക്ടർ ഇൻ ടു ദ അറേ ഫ്രം വെയർ സ്ട്രിങ് 1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് 1, x ആണ് ഇത്. അപ്പോൾ ഞാൻ ഓഫ് എക്സ് എന്ന് അതിൻ്റെ ഇൻഡെക്സ് നമ്മൾ അങ്ങനെ പഠിച്ചേക്കുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സ്ട്രിങ് 1, x എന്ന് പറഞ്ഞാൽ എന്താണ്? str1 0th ഇൻഡെക്സിൽ. ഇപ്പോൾ എക്സിൻ്റെ ഇൻഡെക്സ് വാല്യൂ എത്രയാണ്? 0 ആ 0 ഇരിക്കുന്ന വാല്യൂവിനെ എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യാൻ പറഞ്ഞു? നമ്മളുടെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് നമുക്ക് എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? സ്ട്രിങ് 2ലേക്ക് സ്റ്റോർ ചെയ്യണം. എങ്ങോട്ടേക്കാണ്? സ്ട്രിങ് 2ൻ്റെ 0th ഇൻഡെക്സിലോട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ x എന്നുള്ള വാല്യൂ രണ്ടിടത്തും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം ലോഡ് ചെയ്തു, അതിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്തു? സ്ട്രിങ് 2ലേക്ക് സ്റ്റോർ ചെയ്തു ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ അടുത്ത വാല്യൂ, അതായത് എടുക്കുക കൊടുക്കുക, അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അടുത്ത ഇൻഡെക്സിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ഇൻഡെക്സിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് എന്താണ്? ടെസ്റ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ് അല്ലേ? എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്യാം, ഇൻക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആദ്യം എന്ത് ചെയ്യും? ഒന്ന് അപ്ഡേറ്റ് ആവും. 0 മാറി ഇപ്പോൾ എന്തായി മാറും? 1 മാറും. നമുക്ക് കമ്പയർ ചെയ്യേണ്ട മാക്സിമം എവിടം വരെയാണ്? 11 വരെയാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ലെസ് ദാൻ ആണല്ലോ, ഈ ഒരു കണ്ടീഷൻ കറക്റ്റാണ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും. ഓക്കെ, ജമ്പ് ഇഫ് ലെസ് ദാനിലേക്ക് പോകും. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള വാല്യൂ ലെസ് ദാൻ 11 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജമ്പ് ചെയ്യണം. എങ്ങോട്ടേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്? ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക.
J1 നമ്മൾ നേരത്തെ ലൂപ്പ് യൂസ് ചെയ്ത പോലെ തന്നെ ഒരു നമ്മളിപ്പോൾ ഒരു ഇൻഡയറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു വേരിയബിളാണ് J1 എന്ന് പറയുന്നത്. നമുക്ക് വേരിയബിളിൻ്റെ പേര് എന്ത് വേണമെങ്കിലും മാറ്റാമേ. അപ്പോൾ എന്ത് ചെയ്തു, ഇനി J1 നമ്മൾ വീണ്ടും റീ എൻട്രി ചെയ്യും. അവിടെ ചെയ്യുന്നത് എന്താണ്, സ്ട്രിങ് 1 ഓഫ് എക്സ്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 മാറി 1 ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രിങ് 1ൻ്റെ ഫസ്റ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂവിനെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. സോ ഫസ്റ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂ എന്തുവാണ്, ആദ്യമേ ടി ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ലൊക്കേഷനിൽ ഇരിക്കുന്ന ആരാണ്, ഇ ആണ്. ആ ഇയെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് വെക്കും. ആ അക്യുമുലേറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ വഴി നമ്മുടെ സെക്കൻഡ് സ്ട്രിങ്ങിനകത്തേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻഡെക്സിൽ സ്റ്റോർ ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും നമ്മൾ ലിമിറ്റ് എത്തിയിട്ടുണ്ടോ എന്ന്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് TIX. ഇവിടുത്തെ മാക്സിമം ലിമിറ്റ് എത്രയാണ്, 11 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജമ്പ് ചെയ്യാൻ പറയും. ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണ്ടേ. ഓക്കെ, സോ ജമ്പ് ഇഫ് ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മളുടെ സ്ട്രിങ്ങിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് ക്യാരക്ടർ, അതായത് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. എന്താ ചെയ്യുന്നത്, സ്ട്രിങ് 1ൻ്റെ അടുത്ത ക്യാരക്ടർ. സ്ട്രിങ് 1ൻ്റെ അടുത്ത ക്യാരക്ടർ എന്താണ്, യെസ് ആണ്. സോ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെയാണ്, വെൻ ദിസ് വാല്യൂ ഓഫ് ദിസ് എന്താണ് എക്സിൻ്റെ ഇൻഡെക്സ് വാല്യൂ വെൻ ഇറ്റ് വിൽ ബിക്കം ഗ്രേറ്റർ ദാൻ 11 ആവുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ എക്സിറ്റ് ആവും. ഓക്കെ, അടുത്ത ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ചെറിയൊരു വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ SIGBAR-XE ആക്കി മാറ്റാൻ പറ്റും. എളുപ്പമല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് എന്ത് വേണം, പ്രോസസ്സേഴ്സ് രണ്ട് നമുക്ക് എന്താ വേണ്ടത്, സ്ട്രിങ്സ് വേണം. അപ്പോൾ സ്ട്രിങ് 1 ഉണ്ട്, സ്ട്രിങ് 2 ഉണ്ട്. അപ്പോൾ സ്ട്രിങ് 1 നമ്മൾ ഡിഫൈൻ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ബൈറ്റിൽ കൊടുത്തു. അതേസമയം സ്ട്രിങ് 2 ക്രിയേറ്റ് ആവാതിരിക്കുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, റിസർവ് ബൈറ്റിൽ കൊടുത്തു. സോ അതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, 11 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അറേയുടെ സ്പെസിഫിക്കേഷൻ എല്ലാം പറഞ്ഞു. അറേക്ക് വേണ്ടി നമുക്ക് ഡയറക്റ്റായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വാല്യൂസിനെ യൂസ് ചെയ്യാം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ലോഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത് എന്താണ്, ഇവിടെ നമുക്കറിയാമല്ലോ കുറേ ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്, BSTF ഉണ്ട്, ഒരുപാട് രജിസ്റ്റേഴ്സ് SIGBAR-XE-യിലുണ്ട്. അതിലേതെങ്കിലും ഒരാൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അറേയുടെ മാക്സിമം ഇൻഡെക്സ് സ്റ്റോർ ചെയ്ത് വെക്കുക. അറേയുടെ മാക്സിമം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 11 ആണ്. ഓക്കെ, മിനിമം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, LDX #0 കൊടുത്തല്ലോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് ചെയ്യാം. എന്താ ലോഡ് ചെയ്യുന്നത്, സ്ട്രിങ് 1ൽ നിന്നുള്ള ക്യാരക്ടർ, അതിൻ്റെ 0th ലൊക്കേഷനുള്ള ക്യാരക്ടർ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പോൾ തന്നെ അവിടെ കൊണ്ട് കൊടുത്തു, സ്ട്രിങ് 2ലേക്ക് കൊണ്ട് കൊടുത്തു. നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള X വാല്യൂ ആക്കി. ഓക്കെ, എന്നിട്ട് വീണ്ടും എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ടെൻഷനാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കണ്ടേ, എന്താ T ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുത്തെ T വാല്യൂ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, T വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ മാക്സിമം ബൗണ്ടാണ് 11 എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, Tയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരിക്കലും വേരിയബിൾസ് മാറിപ്പോകരുതേ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്താണ്, T ആയിട്ടാണ്. ആ T ആയിട്ട് കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്, ഇത് ലെസ് ദാൻ കണ്ടീഷനിൽ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യുന്ന സമയത്ത് J1 പോകും. J1 ചെയ്യുന്ന കാര്യം എന്താണ്, സ്ട്രിങ് 1ൻ്റെ കണ്ടൻറ്റ് എടുക്കുക, ആർക്ക് കൊടുക്കുക, സ്ട്രിങ് 2 കൊടുക്കുക. എന്താണ്ട് ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം T വരെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. ഈ കണ്ടീഷൻ ജമ്പ് ഇഫ് ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ജമ്പ് ചെയ്യാൻ പറഞ്ഞു. സോ ഈ പ്രോസസ് വിൽ ബി റിപ്പീറ്റഡ്. സോ ഇതാണ് ഏതെന്ന് പറയുന്നത്, ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള SIGBAR-XE പ്രോഗ്രാം. എളുപ്പമാണ്.